ഇതൊരു വേസ്റ്റ് കാർഡ്ബോർഡാണ്. അതിൽ ഞാനൊരു ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്യുക. അതിൻ്റെ എഡ്ജസ് എല്ലാം മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് നമ്മൾക്കൊന്ന് കവർ ചെയ്തെടുക്കണം ഇതുപോലെ. ഓക്കെ, ഇപ്പോൾ ഇതാ നമ്മളിവിടെ എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് നനയ്ക്കണം. അതിന് ശേഷം ഇത് വാൾപുട്ടി ആണ്. വാൾപുട്ടി കുറച്ച് വെള്ളത്തിൽ കുഴച്ചെടുത്താണ്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയം നമ്മൾ വാൾപുട്ടി കുഴച്ച് ഒരു 2 to 3 hours ഇരിക്കുള്ളൂ. അപ്പം നമ്മൾ ഈർപ്പുള്ള തുണിയിൽ അത് പൊതിഞ്ഞ് അടച്ച് വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഓക്കെ, ഇനി ഇത് സ്മൂത്തൻ ചെയ്യാനായിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം കൈമാക്കിയിട്ട് ഒന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഫുള്ള് വാൾപുട്ടി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. സർഫേസ് നിങ്ങൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം നനച്ച് ഫിനിഷിങ് വരുത്തി കൊടുക്കണേ. അതിനുശേഷം ഇത് ക്ലേ മോഡലിംഗ് ടൂളാണ്. നിങ്ങൾക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ട്, അതില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് കൂട്ടിയിരിക്കുന്ന എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ഉള്ളിൽ കുറച്ച് ഷേപ്പും ഒരു കാലും കൂടെ നമുക്ക് വരച്ചെടുത്ത് അതും വാൾപുട്ടി വെച്ചിട്ടൊന്ന് ഒരു 3D മോഡലായിട്ട് വരുന്ന വിധത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഇനി ബ്ലാക്ക് അക്രൈലിക് ഒന്ന് കവർ ചെയ്തെടുക്കാം. ബ്ലാക്ക് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പർ മെറ്റാലിക് ഇങ്ങനെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നമുക്ക് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ അടുത്തത് ഗോൾഡൻ കളർ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ ചിറക് പോലെ നിൽക്കുന്ന ഭാഗമല്ലേ അതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കോപ്പറും ഗോൾഡനും മിക്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു മെറ്റാലിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഉണങ്ങി വന്നപ്പോൾ ദാ നമ്മുടെ വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്